ഹലോ, വെൽക്കം ടു ടേസ്റ്റി ടേൽസ് ബൈ സുഹാനി. സുഹാനിയുടെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല നാടൻ കയ്പ്പയ്ക്ക ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. ഇത് കയ്പ്പയ്ക്ക കറി സാധാരണ കുഞ്ഞുങ്ങളൊന്നും കൂട്ടില്ല. അപ്പോൾ നമുക്ക് തരി കയ്പ്പില്ലാതെ ഒരു കയ്പ്പയ്ക്ക കറി വയ്ക്കാം. അതിന് ആദ്യം ഈ കയ്പ്പയ്ക്ക അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻസൊക്കെ ക്ലീൻ ചെയ്തിട്ട് നെടുവെ പിളർത്തി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കയ്പ്പയ്ക്ക ഈ ഒരു കനത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവോള 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 തക്കാളി, കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി, വെള്ളുള്ളി. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് പെരുംജീരകം പൊടിച്ചത്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പുളി പിഴിഞ്ഞ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം. ആദ്യം നമുക്ക് ഈ കയ്പ്പയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്പ്പൊന്ന് കുറഞ്ഞു കിട്ടും നമുക്ക്. അപ്പോൾ ആദ്യം ഇത് ഒരു ചട്ടിയിലേക്ക് ഇടാം നമുക്ക്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചെറിയതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അടച്ച് വെക്കണ്ട, അപ്പോൾ അത് വെന്തുടഞ്ഞു പോവും. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഒന്ന് വാടി കിട്ടട്ടെ. ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ ഒരു 4 വെള്ളുള്ളി അല്ലി, അതൊരുവിധം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവോള അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് ബ്രൗൺ കളറായി വരണം.
ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൽ എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അതിൻ്റെ റോ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, ഒരു കട്ടിക്ക് വേണ്ടിയിട്ടേ. ഇത് നന്നായിട്ട് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലൊരു 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാളം പുളിയില്ലേ അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുളി എത്ര ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള അത്ര എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കാം. ഈ മസാലയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കയ്പ്പയ്ക്കയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പുളിയും ഉപ്പും ഒക്കെ പിടിക്കുമ്പോൾ ഓൾറെഡി ഇത് വാടിയിട്ടുണ്ടല്ലോ, കയ്പ്പുണ്ടാവില്ല, ഒരു തരി കയ്പ്പുണ്ടാവില്ല. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ ഉപ്പ് ചേർക്കാം കേട്ടോ. അത് നമ്മൾ കയ്പ്പയ്ക്ക വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉള്ളി വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി ഉപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ഒരു നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കിടന്നിട്ട് ഒന്ന് വറ്റി വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള കുറച്ചും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇതിൽ ഒരു ഐറ്റം കൂടിയിട്ട് ആഡ് ചെയ്യാണ്ട്. ഈ സമയത്ത് ഇതിൽ ഒരു 2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പെരുംജീരകം പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഈ നാളികേരപ്പാലൊക്കെ ചേർക്കണ സമയത്ത് ചേർത്താൽ മതി. ഇതിൽ എണ്ണ തെളിഞ്ഞ് വരും. നമുക്ക് ഈ നാളികേരപ്പാലിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ കിട്ടും. നന്നായിട്ട് കറി ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പാല് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കയ്പ്പയ്ക്ക കറി റെഡി ആയിട്ട് നല്ല ഫിഷ് ഫ്രൈ കൂട്ടിയിട്ട് ചോറുണ്ണാം.